അല്ലെങ്കിൽ ഒരു മാസം ആക്ഷൻ പടം പക്ക അല്ല. അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ വിളിച്ച വിളിപ്പുറത്ത് ആരുമില്ല. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ഉള്ള ആളുകൾ വേണം. അല്ല ഇനി അത് മാറ്റാം. പിന്നെ വേണ്ടേ ഇനി ബിഗ് ബോസിലേക്ക് വിളിച്ച പോകൂ. മലയാളത്തില് ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമകൾ എടുത്ത് ഹിറ്റടിച്ച ഡയറക്ടർ ഒമർ ലുലു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ സർ. നമസ്കാരം. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷങ്ങള്. പുതിയ മൂവീസിന്റെ തിരക്കിലാണല്ലേ? പുതിയ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കും. അതില് കാസ്റ്റിംഗ് മെയിൻ കാസ്റ്റിംഗ് പറയുന്നത് റഹ്മാൻ സാറാണ്. പിന്നെ ബിബിൻ ജോർജ്, ഡാൻസൻ പോൾ, ധ്യാൻ, ശ്രീനിവാസൻ, അജു വർഗീസ്, സൈജു കുറുപ്പ്, ചേട്ടൻ, അങ്ങനെ വലിയ കാസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണ്? നായിക ഷീലു എബ്രഹാം ആണ്. ഫിനിഷിംഗ് ഒക്കെ എപ്പോഴാണ് അതിന്റെ? അത് ഓണർ റിലീസായിട്ടാണ് പ്ലാൻ ചെയ്യണത്. ഞാൻ എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ചോദിക്കാലോ അല്ലേ? സിനിമാ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇൻസിഡന്റ്. അതായത് ഇപ്പൊ സിനിമാ ജീവിതത്തിലൂടെ കടന്നു വരും നമുക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അതിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഇൻസിഡന്റ്? ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നമ്മൾ മറന്നുപോയിണ്ടാവില്ലേ? എന്നാലും ഉണ്ടാവില്ലേ എന്തേലൊക്കെ? അല്ല, അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം മറന്നുപോയിണ്ട്, അത് വീണ്ടും എന്തിനാ ഓർമ്മിപ്പിക്കണേ? ഫിലിം ഇൻഡസ്ട്രിയിൽ വെച്ച് വിളിച്ചാൽ വെളിപ്പുറത്തെ എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളെ പേര്. അല്ല, അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ വിളിച്ച വെളിപ്പുറത്ത് ആരുമില്ല. ഇല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ ഫ്രണ്ട്സ് ഇല്ല. അപ്പൊ ഇത്ര വർഷമായിട്ട് അങ്ങനെ ഒരു അല്ല, ഫിലിമിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഫിലിം സക്സസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണ ഒരു പക്ക ബിസിനസ് ആണ്. അപ്പൊ നമ്മൾ സക്സസ് ആണെങ്കിൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും, വിളിച്ച വെളിപ്പുറത്തുണ്ടാവും. ഇപ്പൊ 2 പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ എടുക്കൂല. അങ്ങനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല സമയം എന്ന സിനിമയില് ലിപ് ലോക്ക് എന്ന സിനിമ ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. കോൺട്രവേഴ്സി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ലിപ് ലോക്കിനെ സംബന്ധിച്ച്. അല്ല, അങ്ങനെയല്ല, കൊറേ നെഗറ്റീവ്സ് അല്ല, അതിന് വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ കേസ് വന്നിരുന്നു. പിന്നീട് അങ്ങനെ ഒരു സീന് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ലിപ് ലോക്ക് സംബന്ധിച്ചിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. അതില് മറ്റേ നമ്മള് ചെറിയ വാണിംഗ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഇതുണ്ടായിരുന്നുള്ളൂ. അതായത് അതിനുശേഷം പിന്നീട് അങ്ങനെ ഒരു സീന് വേണ്ട അങ്ങനെ അല്ല, അത് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അത് ആ പടത്തിന് ആവശ്യമുള്ളതായിരുന്നു. അതെ, ഓക്കെ. അപ്പം പടത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മള് കൊടുക്കും. പിന്നെ വേണ്ടേ? ബിഗ് ബോസ് സീസൺ 5 കണ്ടസ്റ്റന്റ് ആയിട്ടിരുന്ന ഒരാളാണല്ലോ. അപ്പം ഒരുപാട് ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റഡ് അല്ല, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ട് അഖിൽ മാരാർ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് അതിലെല്ലാം കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്ന തരത്തിലുള്ളത്, ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എങ്ങനെയാണ് സപ്പോർട്ട്? അങ്ങനെയാണ് പറയുന്നത്. എനിക്കറിയില്ല അതിനെ പറ്റി. എനിക്കത് എഡിറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്, സ്ക്രിപ്റ്റഡ് അല്ല, എഡിറ്റഡ് ആണത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സീസൺ 5? അല്ല, സീസൺ 5 അല്ല, ഞാൻ അതിന് മുന്നത്തെ വേറെ സീസണിലൊന്നും പോയിട്ടില്ലല്ലോ. സീസൺ 5 എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പോയ ഇതിൽ എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് എനിക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോം ആയിട്ട് ഫീൽ ചെയ്തില്ല. സീസൺ 6 ഇപ്പൊ ബിഗ് ബോസ് കാണാറില്ല. അപ്പൊ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിക്കാൻ? അല്ല, ഞാൻ കാണാറില്ല. ഇനി ബിഗ് ബോസിലേക്ക് വിളിച്ച പോകൂ. പൈസ തന്നാ പോവും. അടിപൊളി. ഓക്കെ, 3 ഫേവറേറ്റ് ആക്ടേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ആരെ പേര് പറയും? രജനികാന്ത്, അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ. അടിപൊളി. മലയാളത്തില് മമ്മൂട്ടി, മോഹൻലാല്, പിന്നെ തിലകൻ സാർ. അടിപൊളി. ഓക്കെ, ഫേവറേറ്റ് മൂവി ഏതാണ്? മലയാളത്തിലാ റാംജി റാവു സ്പീക്കിംഗ്. പൊളി. ഹിന്ദി ആണെങ്കിൽ? ഹിന്ദി കൊറേ ഉണ്ട്, ഷോലെ. ഓക്കെ. പിന്നെ ഏത് ഡയറക്ടറിൽ നിന്നാണ് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പയർഡ് കിട്ടിയിട്ടുള്ളത്? സിദ്ദിഖ് ലാൽ സാർ. അടിപൊളി. പിന്നെ ഒമർ ലുലു മൂവീസ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ തോന്നാറുണ്ട്. അതായത് കുറച്ച് ട്രെൻഡിങ് ആണെങ്കിലും ന്യൂ ഫേസസിനെ കൊടുത്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഈ ഇപ്പൊ നിർത്തിയത് എന്ത് സംഭവം കൊണ്ടുവന്നില്ലേ കുറെ, ഇനി കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ വെച്ച് ചെയ്യാന്ന് വെച്ചു. എല്ലാതും നമുക്ക് വേണ്ടേ? ശരി. പക്ഷെ അങ്ങനെ ഒരു അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമുക്കൊരു സീരിയസ് പടോ അല്ലെങ്കിൽ ഒരു മാസം ആക്ഷൻ പടോ പക്ക കുറച്ച് ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ഉള്ള ആളുകൾ വേണം. അപ്പൊ അത് കാരണം അല്ല, പൊതുവെ അങ്ങനെ പറയും, എല്ലാവരുടെ അടുത്ത് പറയുമ്പോ തന്നെ
പറയുന്ന ഒരു കാര്യമാണ്. ഒമറാണെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് എടുക്കും, കാരണം വേറെ ഡയറക്ടേഴ്സിന് അങ്ങനെ കണ്ടിട്ടില്ല. ഇത് വിനീതൊക്കെ ചെയ്യലുണ്ട്. അങ്ങനെയല്ല, കൂടുതലും ഒമറിന്റെ പേരാണ് അവിടെ പറയണത്. പൊതുവേ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അല്ല, ഞാനത് കാരണം ഇനി ഒന്ന് മാറ്റി പിടിക്കാനുള്ള ഒരു പരിപാടിയില്ല. ഇത് ഒരു ചെറിയ ആക്ഷൻ പരിപാടി ഇപ്പൊ ചെയ്യണ. ആക്ഷൻ മൂവിയാണ്. ഓക്കെ. ആക്ഷനും കോമഡി എല്ലാം കൂടിയിട്ട്. മറ്റേ ഇതുവരെ ആക്ഷൻ മൂവി ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഈ പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്നത് പ്രൊമോഷൻസ് ഒരു ഓഗസ്റ്റ് റിലീസ് ടൈം. ഓക്കെ. അപ്പൊ എന്തായാലും പുതിയ മൂവീസും എല്ലാമായിട്ട് അപ്കമിങ് പ്രോജക്റ്റ് ഒക്കെ നല്ല അടിപൊളി ആവട്ടെ. താങ്ക് യു. എന്താ പറയാ, സക്സസ് ആവട്ടെ. എന്തായാലും ഈ ഒരു സമയം, കുറച്ച് സമയമാണെങ്കിൽ ഒരുപാട് തിരക്കിനിടയിൽ നമുക്ക് കുറെ സമയം തന്നതിൽ ഒരുപാട് താങ്ക്സ്. ഇനിയും കാണാൻ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാ വിശ്വസും ചാനലില്